നോക്കൂ, എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് അക്രമാസക്തരായത്? ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്ന, ഒരു സംഘടനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിന് പരിധിയുണ്ടല്ലോ. അവരെ പുച്ഛിക്കുക, അവരെ പരിഹസിക്കുക, അവരെ ചെടിച്ചട്ടി കൊണ്ട് തല്ലുക, അവരെ ഹെൽമറ്റ് കൊണ്ട് തല്ലുക, അവരെ ഗൺമാൻമാർ ആക്രമിക്കുക, അവരെ കനാലിലേക്ക് പിടിച്ചു തള്ളുക, അവരെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിലുണ്ടാകുന്ന രോഷം, ആ രോഷം തളങ്ങിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് കെ സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞോ, എന്നാൽ പിന്നെ തുടങ്ങാം എന്ന നിലയിലേക്ക് ആളുകൾ, യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസിന് നേരെ തിരിഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. കെ സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ ആക്രമിച്ചോളാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത്. ഇന്നത്തെ DGP ഓഫീസ് മാർച്ച് പോലീസിന് നേരെ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പോലീസുകാർക്ക് പരിക്കുണ്ട്? അല്ല, അങ്ങോട്ട് എറിയുകയാണല്ലോ. അങ്ങോട്ട് ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചില പ്രമുഖരായ വ്യക്തികൾ പറയുന്നത് കേട്ടു, പോലീസുകാർ സതീശന്റെ പ്രസംഗം തീർന്നത് വരെയെങ്കിലും എറികൊണ്ട് നിൽക്കണമായിരുന്നു. അതാണ് ഇതുള്ള ഡിമാൻഡ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടാണോ എറിഞ്ഞത്? ഏതെങ്കിലും തടഞ്ഞോ? ഏതെങ്കിലും ഇതിൽ ആരെങ്കിലും പിടിച്ചോ? ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? പോലീസ് അങ്ങനെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? നിങ്ങളുടെ ഇതിലെല്ലാം വിഷയം കാണുമല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്കൂ. വളരെ ആസൂത്രിതമായി 23-ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ദിവസം തന്നെ ഇതിന് തെരഞ്ഞെടുത്ത് തിരുവനന്തപുരം പട്ടണത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ അതിനകത്ത് ഇവർ മാത്രമല്ല BJP-ക്കാരും ചേർന്നിട്ടുണ്ട്. കാരണം BJP-ക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണല്ലോ. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതുവരെ BJP-ക്ക് സമരമില്ലായിരുന്നല്ലോ. ഇന്ന് തിരുവനന്തപുരത്ത് BJP-ക്ക് സമരം നടത്താനിടയായ പ്രശ്നം എന്താ? യുവമോർച്ചക്കാർ ഇന്ന് സമരം നടത്താനിടയായ പ്രശ്നം എന്താ? ഇതിനു മുമ്പ് ഇത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടവർ ചെയ്തില്ല. അവിടെയാണ് സുധാകരനും RSSും സംഘപരിവാറും എല്ലാം തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടു കൂട്ടരും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ കലാപഭൂമിയാക്കി മാറ്റുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായി തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മതിപ്പുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ നിങ്ങൾ ഓരോരുത്തരും അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, ഇത് കണ്ട് ഓരോ ദിവസത്തെയും ചർച്ച കേട്ടാൽ നവകേരള സദസ്സിലേക്ക് ഒരാൾ പോലും പോകത്തില്ല. കാരണം ആ നിലയിലായിരുന്നല്ലോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഏത് പ്രതിഷേധത്തെയാണ് ഭയം? ഈ ഗവൺമെന്റിന് ഒരു പ്രതിഷേധത്തെയും ഭയമില്ല. സമരം ചെയ്യേണ്ടതുപോലെ ചെയ്യണ്ടേ? എന്താ സമരം? ഒന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്ന് സമരം ചെയ്യും, എത്രയായിക്കോട്ടെ. അല്ലെങ്കിൽ അതിനു മുമ്പ് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇത്രാം തീയതി മുതൽ സമരമാണ്. 10 പേരെ നിരത്തി നിർത്തിക്കൊണ്ട് സമരം ചെയ്യൂ, പരസ്യമായി സമരം ചെയ്യൂ. എന്തിന് വേഷപ്രച്ഛന്നത കാണിക്കുന്നു? എന്തിന് പതിഞ്ഞിരിക്കുന്നു? ഇവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ചാടി വീഴുകയല്ലേ. ആ ചാടി വീണതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളല്ലാതെ 10, 100, 5, 10 എത്രയായിക്കോട്ടെ പ്രഖ്യാപിച്ചുകൊണ്ട് കരിങ്കടി കാണിക്കുന്നതിനോ മുദ്രാവാക്യം വിളിക്കുന്നതിനോ ഈ ഗവൺമെന്റ് എതിരല്ല. അങ്ങനെ എതിരാകാനും പറ്റില്ല. ഇത് ജനാധിപത്യമാണ്. പക്ഷേ ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ ഒരു ജഡം വേണം. ഇവിടെ 1-2 രക്തസാക്ഷികൾ വേണം. അത് സുധാകരന്റെ ആവശ്യമാണ്, അത് സതീശന്റെ ആവശ്യമാണ്, എല്ലാ കോൺഗ്രസുകാരുടേതും അല്ല. നവകേരള സദസ്സിനെതിരായി എന്തെല്ലാം പ്രചരണം നടത്തിയിട്ട കോൺഗ്രസിന്റെ 2 മുൻ ജില്ലാ പ്രസിഡന്റുമാരാണ് ഈ നവകേരള സദസ്സിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. പറഞ്ഞു പോകരുത്. AV ഗോപിനാഥ് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, എനിക്ക് തോന്നുന്നത് ഈ പാനലിൽ താങ്കൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജൻ, ഒന്ന്, പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ധാർഷ്ട്യം പോലീസിനെ അമിത ബലപ്രയോഗത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത്, CPM എന്ന പാർട്ടി ക്രമസമാധാന ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളത് നോക്കൂ. പിന്നീട് അക്രമം സംഭവിക്കുന്നു. ആ അക്രമത്തിലൊക്കെ തന്നെയും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഇരകളാകുന്നു എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ ആളുകൾ സഹിക്കുന്ന കാര്യമില്ല. ഇത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, ഈ ദൃശ്യങ്ങളൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. നികേഷ്, ഞാൻ നിങ്ങൾ ഒരു മിനിറ്റ് എനിക്കൊന്ന് നൽകൂ. ഈ നടന്നിട്ടുള്ള കേരളത്തിൽ എത്ര കേന്ദ്രങ്ങളിലാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അവിടെ എവിടെയാണ് CPMന്റെ ആൾക്കാരെല്ലാവരും കൂടെ പൊരുതിനെ തല്ലാൻ വേണ്ടി പോയിട്ടുള്ളത്? ആദ്യത്തെ ദിവസക്കാലം അവിടെ ഉണ്ടായിട്ടുള്ള സംഭവവും ആ സംഭവത്തിനിടയായ സാഹചര്യവും എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എന്താണ് നടന്നത്? അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ സദസ്സിലും CPMന്റെ DYFന്റെ പ്രവർത്തകർ ഇവരെ തെരഞ്ഞു നടക്കുകയാണോ? ഒന്നുമല്ല.
വളരെ സൗഹൃദമാണ് നാട്ടുപ്രദേശത്ത്. നോക്കൂ, അത്രയും കുറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഈ സംഭവവികാസങ്ങളൊക്കെ കേരളം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തന്നെയും ആ സംഭവങ്ങൾ കേരളമാകമാനം വലിയ നിലയിലുള്ള സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള നിലയിൽ ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് CPP ചിത്രരഞ്ജൻ. അത് ഒഴിവാക്കാൻ, അതാണ് നേരത്തെ എ സജീവൻ ചോദിച്ചത്, അത് ഒഴിവാക്കാൻ അതാണ് കഴിയുമായിരുന്നില്ലേ? അതാണ് എങ്ങനെയാണ് പ്രശ്നം. സംസ്ഥാന പോലീസ് നിങ്ങൾ ചെയ്യേണ്ട മനസ്സിലാക്കുക. കാര്യം ഡിവൈഎഫ്ഐക്കാർ ഏറ്റെടുക്കുന്നത്? ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടി കൊണ്ട് ചവിട്ടു അടിക്കുകയാണ്, എവിടെ? അവര് ഹെൽമെറ്റ് കൊണ്ട് അടിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഡിവൈഎഫ്ഐക്കാർ ആരാണ്? CPP ചിത്രരഞ്ജൻ, ഡിവൈഎഫ്ഐക്കാർ അങ്ങനെ എവിടെയെങ്കിലും തല്ലാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഡിവൈഎഫ്ഐക്കാരോ CPM-കാരോ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തെരഞ്ഞുപിടിച്ച് തല്ലാനാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം തല്ലിവിടെ നടക്കേണ്ടതാണ്. അങ്ങനെ എന്ത് തല്ല് നടക്കാതിരുന്നത്? ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായ പ്രാദേശികമായി ഉണ്ടായ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ പിന്നീട് എവിടെയെങ്കിലും അങ്ങനെയൊരു സംഭവം ഉണ്ടായോ? എന്നാൽ എന്താ കാണിച്ചിട്ടുള്ളത്? ഇന്നത്തെ കാലമായതുകൊണ്ടല്ലേ ഈ സമരങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ കാണുന്നത്. ഒരാൾ നിന്നാലും ശരി, ആ ഒരാൾക്ക് വേണ്ടിയുള്ള മീഡിയ അറ്റൻഷൻ കിട്ടിയ, അല്ലെ 4 പേര് നിന്നാൽ മീഡിയ അറ്റൻഷൻ കിട്ടിയ, ആ 4 പേര് ചാടി വീഴുന്ന എടുത്തുകൊണ്ടാണ് വൈകുന്നേരത്തെ ചർച്ച, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അല്ല, അതിന് കാര്യം ചെയ്താൽ മതി. ഒരാളാണ്, 4 പേരാണെങ്കിൽ അവരെ ഭയക്കേണ്ട കാര്യം എന്താണ്? അവരെ പൊടി കാണിച്ച് പോയിക്കോട്ടെ. അവരെ വണ്ടി തടയുകയാണെങ്കിൽ ആ വണ്ടി തടയുന്നവരെ പോലീസ് സ്വാഭാവികമായ രീതിയിൽ പിടിച്ചു. അവരാരടിച്ചു? ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. CPP